പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. മിഖായേൽ മാലാഖയുടെ ജപമാലയിൽ നമുക്ക് പങ്കുചേരാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിൻഗേഹത്തിൽ വാഴുന്നതിനോ പാവനമാം നിൻ മാമലയിങ്കൽ പാർക്കുന്നതിനോ യോഗ്യതയുള്ളോ എൻ കർത്താവേ ആരീ ഭൂവിൽ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോനാഥൻ പത്രോസിൻ്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാണ്. അവിടെ പത്രോസിൻ്റെ അമ്മായിയമ്മ പനി പിടിച്ചു കിടക്കുക. ഈശോ അവളുടെ അടുത്ത് ചെന്ന് അവളെ കൈക്ക് പിടിച്ചെഴുന്നേൽപ്പിച്ചു. പനി അവളെ വിട്ടുമാറി. അവൾ അവരെ ശുശ്രൂഷിച്ചു. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതം എങ്ങനെ ആയിരിക്കണം എന്ന് ഈ അമ്മ പഠിപ്പിക്കുന്നുണ്ട്. പലപ്പോഴും ദൈവത്തോട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചോദിക്കാറുണ്ട്. ദൈവം നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകാറുണ്ട്. നാം ഈശോയുടെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മുമ്പിലേക്ക് കടന്നു വരുന്നത് അനുഗ്രഹത്തിന് വേണ്ടിയിട്ടാണോ, അതോ ആ ദൈവത്തെ എനിക്ക് ഇഷ്ടമുള്ളത് കൊണ്ടാണ്? ഞാനും എൻ്റെ ദൈവവും തമ്മിൽ ഒരു ബന്ധമുള്ളത് കൊണ്ടാണോ ഞാൻ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വരുന്നത്, അതോ എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും അത്യാവശ്യങ്ങളും ആവശ്യങ്ങളും ഉണ്ടാകുമ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടി പോകുന്ന ഒരു സ്ഥലം മാത്രമാണോ ദൈവത്തിൻ്റെ ഇടം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആലയം? ഈ അമ്മ നമുക്ക് നൽകുന്നത് അമ്മയ്ക്ക് ലഭിച്ച അനുഗ്രഹം അവൾ ശുശ്രൂഷയായി അവർക്ക് തിരികെ കൊടുക്കുകയാണ്. പനി അവളെ വിട്ടുമാറി. അവൾ അവരെ ശുശ്രൂഷിച്ചു. പ്രിയമുള്ള